ഇന്നലെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ട്രെൻഡിങ് ന്യൂസ് ആയിരുന്നു വിനായകന് അടികിട്ടി, അതല്ലെങ്കിൽ ഇഞ്ചപ്പെരുവമാക്കി, ചതച്ചു, അങ്ങനെയുള്ള പലതരത്തിലുള്ള ന്യൂസുകളായിരുന്നു വിനായകനെ കുറിച്ച് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അടക്കം വന്നത്. അന്യ സംസ്ഥാനത്ത് ഒരു എയർപോർട്ടിൽ വെച്ച് CSFI ഉദ്യോഗസ്ഥരോട് തർക്കിക്കുകയും അതനുസരിച്ച് അവരെടുത്ത് ഇദ്ദേഹത്തെ പെരുമാറുകയും ചെയ്തു എന്ന രീതിയിലൊക്കെ ആയിരുന്നു വാർത്തകൾ പ്രചരിപ്പിച്ചത്. എന്നാൽ ശരിക്കും അവിടെ സംഭവിച്ചത് കേരളത്തിലെ സാധാരണ സെലിബ്രിറ്റികൾക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ മറ്റൊരു സംസ്ഥാനത്തോ മറ്റൊരു രാജ്യത്തോ പോവുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരോട് വളരെ ഗൗരവത്തോടെ സംസാരിക്കുകയും അവർ ചോദിക്കുന്നതിന് കൃത്യമായ രീതിയിൽ മറുപടി നൽകാതിരിക്കുകയും ഞാൻ വലിയ ആരോ ആണെന്ന രീതിയിൽ അവരോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കണമെന്നില്ല, അവർക്കൊക്കെയും തന്നെ ഇതാരാണെന്ന് മനസ്സിലാവണമെന്നില്ല. എന്നാൽ ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആണെന്നുള്ള ധാരണയിൽ എല്ലായിടത്തും എന്നെ അറിയുമെന്ന രീതിയിലാണ് ഇവിടുത്തെ പല സെലിബ്രിറ്റികളും അവിടെ ചെന്ന് ഇതുപോലെ തട്ടിക്കയറാൻ ശ്രമിക്കുന്നത്. എന്നാൽ ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനത്തെ ആളുകൾക്ക് കേരളത്തിലെ ആക്ടേഴ്സിനെ ഒക്കെയും തന്നെ അത്രമേൽ അറിയപ്പെടണം എന്നില്ല. ഒരുപക്ഷെ പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ താൻ വളർന്നു പോയി എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും വിനായകൻ. കാരണം അവസാനം ഇറങ്ങിയ രജനികാന്തിന്റെ ഒരു പടത്തിൽ നല്ലൊരു വില്ലൻ വേഷം ചെയ്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ പാൻ ഇന്ത്യൻ സ്റ്റാർ ലെവലിലേക്ക് മാറിയിരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരവും കുറച്ചൊക്കെ വിനായകന്റെ ഭാഗത്തുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ഉദ്യോഗസ്ഥരോടൊക്കെ വളരെ രോഷത്തോട് തന്നെയാണ് ഇദ്ദേഹം സംസാരിക്കാറുള്ളത്. അതനുസരിച്ച് അവരും ഇദ്ദേഹത്തോട് അതേ രീതിയിൽ പെരുമാറുകയും അവസാനം അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഒരുപക്ഷെ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കാതെ കയ്യിൽ കിട്ടിയതും എടുത്ത് തല്ലാനൊങ്ങുന്ന സ്വഭാവക്കാരൻ തന്നെയാണ് ഒരുപക്ഷെ ഈ ആക്ടർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിടിച്ച് റൂമിലിരുത്തുകയും അദ്ദേഹത്തിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു അവിടെ സംഭവിച്ചത്. എന്നാൽ ഈ ഒരു വിഷയത്തെ വളരെ വിവാദമാക്കി മലയാള മാധ്യമങ്ങളൊക്കെയും തന്നെ അദ്ദേഹത്തെ ഇടിച്ചു ഇഞ്ചപരുവമാക്കി എന്ന രീതിയിലൊക്കെയും തന്നെ വാർത്തകൾ പ്രചരിപ്പിച്ചു. പക്ഷേ ഈ ഒരു സംഭവം കേരളത്തിലാണെങ്കിൽ കുറച്ച് മാധ്യമങ്ങളെങ്കിലും അദ്ദേഹത്തിന് സപ്പോർട്ട് ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇത് മറ്റൊരു സംസ്ഥാനത്ത് ആയതുകൊണ്ട് തന്നെ ആരും തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് നിന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവിടെയുള്ളവർക്കൊന്നും തന്നെ ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആണെന്നുള്ള കാര്യം ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല. പിന്നെ സ്വന്തം ജോലിക്ക് തടസ്സം നിൽക്കുന്നത് എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടത് അവരുടെയും ഉത്തരവാദിത്യമാണ്. ഒരുപക്ഷെ സൽമാൻ ഖാൻ അടക്കമുള്ള വലിയ വലിയ സെലിബ്രിറ്റികൾക്ക് അടക്കം ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെയും തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെയും തന്നെ സൗമ്യമായി സംസാരിക്കുന്നതിന് പകരം ഞാൻ വലിയ എന്തോ ആണെന്ന രീതിയിൽ അവരോട് തട്ടിക്കയറാൻ പോയാൽ തീർച്ചയായിട്ടും ആ സമയത്ത് ഉണ്ടാവുന്ന രോഷം ചിലപ്പോൾ രണ്ടു പേർക്കും തുല്യമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഉണ്ടാക്കുക. എന്തു തന്നെയായാലും കേസും പ്രശ്നങ്ങളും ഒക്കെയായി ഇതിന്റെ പേരിൽ ഒരുപാട് അലയേണ്ടി വരില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ആ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഒത്തുതീർപ്പിലെത്താൻ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കും. എത്ര വലിയ ആക്ടർ ആണെങ്കിലും ഒരുപക്ഷെ കുറച്ചെങ്കിലും സംയമനം പാലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള അവസ്ഥകൾ പെടുകയും മീഡിയകൾക്ക് മുമ്പിൽ തലകുനിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനെക്കുറിച്ച് വിനായകൻ രോഷമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്.